നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഇതിഹാസ കഥയാണ്. പ്രൊഫസർ ഡോക്ടർ ഇരയ്യരാസന്റെ പഠനങ്ങളിലൂടെ നമ്മൾ അടുത്തറിയുന്ന മണിമേഖല, ആ തമിഴ് യുവതിയുടെ അവിശ്വസനീയമായ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഇതൊരു വെറും പുരാണ കഥയായിട്ട് കാണരുത്. ശരിക്കും പറഞ്ഞാൽ തന്റെ 16ാമത്തെ വയസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറും 16 വയസ്സിൽ ലോകം ചുറ്റാൻ ഇറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. ഇപ്പോൾ മണിമേഖല ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവളെ തുടക്കത്തിലേക്ക് തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കഥ തുടങ്ങുന്നത് തന്നെ മറ്റൊരു വലിയ ഇതിഹാസത്തിൽ നിന്നാണ്. അതെ, ചിലപ്പതികാരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് മണിമേഖലയുടെ കഥ വരുന്നത്. ശരിക്കും ഈ രണ്ട് ഇതിഹാസങ്ങളെയും തമിഴ് സാഹിത്യത്തിലെ ഇരട്ട കാവ്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഒന്ന് ചിലപ്പതികാരം, എഴുതിയത് ഇളങ്കോവടികൾ, അത് കണ്ണകിയുടെ കഥയാണ്, ഒരു ജൈന ഇതിഹാസമാണ്. അതിൻ്റെ തുടർച്ചയായി വരുന്ന മണിമേഖല എഴുതിയത് സാത്തനാറാണ്. ഇത് കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥയാണ്. ഇതൊരു ബൗദ്ധ ഇതിഹാസവുമാണ്. കണ്ടില്ലേ, ബന്ധമുണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. അപ്പോ മണിമേഖലയുടെ അച്ഛനമ്മമാരാരാണ് നോക്കാം. അവളുടെ പാരമ്പര്യം അവളുടെ കഥ പോലെ തന്നെ വളരെ സവിശേഷമാണ്. ചിലപ്പതികാരത്തിലെ നായകനായ കോവലന്റെയും ആ കാലത്തെ പ്രശസ്തയായ നർത്തകി മാധവിയുടെയും മകളായിരുന്നു മണിമേഖല. ജനിച്ചത് പൂമ്പുകാർ എന്ന തിരക്കേറിയ ഒരു തുറമുഖ നഗരത്തിലായിരുന്നു. ചിലപ്പതികാരത്തിന്റെ കഥ നമുക്കറിയാലോ, ഒരുപാട് ദുരന്തങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു അത്. ആ സംഭവങ്ങൾക്കെല്ലാം ശേഷം മണിമേഖലയുടെ അമ്മ മാധവി ഒരു സന്യാസിനിയായി മാറാൻ തീരുമാനിച്ചു. അവർ മാത്രമല്ല, തന്റെ മകളായ മണിമേഖലയെയും അതേ ആത്മീയപാതയിലേക്ക് തന്നെ നയിച്ചു. പക്ഷേ ആ സന്യാസജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ്. ഒരു ദിവസം പാർക്കിൽ വെച്ച് ചോളരാജകുമാരനായ ഉദയനൻ മണിമേഖലയെ കാണാനിടയായി. അവളുടെ സൗന്ദര്യത്തിൽ അയാൾക്ക് വല്ലാത്ത പ്രണയം തോന്നി. എന്തുവില കൊടുത്തും അവളെ സ്വന്തമാക്കണമെന്ന് അയാൾ ഉറപ്പിച്ചു. രാജകുമാരന്റെ ഈ പ്രണയാഭ്യർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാൻ മണിമേഖലയ്ക്ക് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ സന്യാസവ്രതം സംരക്ഷിക്കാൻ വേണ്ടി അവൾക്കൊരു മാന്ത്രിക സ്ഫടിക മണ്ഡപത്തിനുള്ളിൽ പോയി ഒളിക്കേണ്ടി വന്നു. അങ്ങനെ അവൾ അവിടെ ഒളിച്ചിരിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദൈവിക ഇടപെടലുണ്ടായി. ഒരു ദേവത അവളെ അവിടെ നിന്നും നിഗൂഢമായ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് അവളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്നത്. ആ ദ്വീപിന്റെ പേര് മണിപ്പല്ലവം. അവിടെ വെച്ച് അവൾക്കൊരു ദിവ്യമായ സമ്മാനം കിട്ടി. അതാണ് അമുദസുരഭി. എന്താണതെന്നല്ലേ? ഒരിക്കലും വറ്റാത്ത ഭക്ഷണം നൽകുന്നൊരു മാന്ത്രിക പാത്രം. ലോകത്തെ വിശപ്പ് മാറ്റാൻ കഴിവുള്ള ഒന്ന്. ഈ പാത്രത്തിനും അതിൻ്റേതായ ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് ആപുത്രൻ എന്നൊരു നല്ല മനുഷ്യന്റെ കയ്യിലായിരുന്നു ഇത്. അദ്ദേഹം അതുകൊണ്ട് ഒരുപാട് പേരുടെ വിശപ്പടക്കി. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിൽ ദുഃഖം മൂലം അദ്ദേഹം അത് കടലിൽ ഉപേക്ഷിച്ചു. അങ്ങനെ ലോകത്തിന് നഷ്ടപ്പെട്ട ആ ദിവ്യപാത്രം വീണ്ടും കണ്ടെത്താനുള്ള നിയോഗം മണിമേഖലയ്ക്കായിരുന്നു. അപ്പോ ഈ അവിശ്വസനീയമായ ശക്തിയും കയ്യിലേന്തി മണിമേഖല തന്റെ നാട്ടിലേക്ക് തിരിച്ചുവന്നു. പക്ഷേ അവളുടെ ദൗത്യം അവിടെയും തീർന്നില്ല. ശരിക്കു പറഞ്ഞാൽ അത് അവളെ കൂടുതൽ വലിയ അഗ്നിപരീക്ഷകളിലേക്കാണ് നയിച്ചത്. ഇവിടെയാണ് കാര്യങ്ങൾ ആകെ കുഴഞ്ഞുമറിയുന്നത്. ആളുകളുടെ വിശപ്പടക്കാൻ വേണ്ടി മണിമേഖല കായസണ്ഡിക എന്നൊരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു. പക്ഷേ അവളെ കണ്ട ഉദയനൻ രാജകുമാരൻ അത് മണിമേഖലയാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടി. ഇത് കണ്ട് കായസണ്ഡികയുടെ ഭർത്താവ് വിചാരിച്ചത് രാജകുമാരൻ തന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയാണെന്നാണ്. ആ ദേഷ്യത്തിൽ അയാൾ രാജകുമാരനെ ആക്രമിച്ചു കൊന്നു. കണ്ടില്ലേ, ഒരു വലിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചത്. മകന്റെ മരണവാർത്തയെറിഞ്ഞ രാജ്ഞിക്ക് സമനില തെറ്റി. അവർ ഇതിനെല്ലാം കാരണം മണിമേഖലയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അതോടെ അവളെ ജയിലിലടക്കുകയും പല രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എത്രയൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും മണിമേഖല അതെല്ലാം അതിജീവിച്ചു. അവളുടെ നന്മയും നിരപരാധിത്വവും ഒടുവിൽ എല്ലാവർക്കും ബോധ്യമായി. ഇതോടെ ചോളരാജാവ് അവളെ ജയിൽ മോചിതയാക്കി. ശരി, ജയിലിൽ നിന്നിറങ്ങിയതോടെ മണിമേഖലയുടെ ജീവിതത്തിലെ പുതിയൊരധ്യായം തുടങ്ങുകയായിരുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം അതവളെ തന്റെ നാടിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചു. വീണ്ടും ഓർക്കണം, അപ്പോഴും അവളുടെ പ്രായം വെറും 16 വയസ്സാണ്. ആ ചെറുപ്രായത്തിൽ അവൾ ഒരു കപ്പലിൽ കയറി കടലുകൾ താണ്ടി മനുഷ്യരെ സേവിക്കാനായി തന്റെ യാത്ര തുടങ്ങി. അവളുടെ യാത്രകൾ എങ്ങോട്ടൊക്കെയായിരുന്നെന്നറിയാമോ? ചൈന, കടാരം, അതായത് ഇന്നത്തെ മലേഷ്യയിലെ കെ, പിന്നെ സിംഗപ്പൂർ, മലയ, ജാവ, ബാലി, സുമാത്ര, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവൾ കപ്പലിൽ സഞ്ചരിച്ചു. പോയ സ്ഥലങ്ങളിലെല്ലാം അവൾക്ക് 2 പ്രധാന ദൗത്യങ്ങളാണുണ്ടായിരുന്നത്. ഒന്ന്, തന്റെ കയ്യിലുള്ള അമുദസുരഭി ഉപയോഗിച്ച് പാവപ്പെട്ടവരുടെ വിശപ്പടക്കുക. 2, ബുദ്ധമത തത്വങ്ങളും തന്റെ അറിവുകളും മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അപ്പോ അവളുടെ ഈ അനുകമ്പ, അവളുടെ അറിവ്, പിന്നെ ഈ അവിശ്വസനീയമായ യാത്ര,
ഇതെല്ലാം കാരണം അവളുടെ പേര് നൂറ്റാണ്ടുകളോളം ആളുകൾ ഓർത്തുവച്ചു. അതെ, ലോകം ചുറ്റി സഞ്ചരിച്ച അറിവും നന്മയും സൗന്ദര്യവുമുള്ള ഒരു തമിഴ് വനിത, അനുകമ്പയുടെയും ഒടുങ്ങാത്ത ധൈര്യത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് നമ്മളിന്ന് മണിമേഖലയെ ഓർക്കുന്നത്. തന്റെ നിസ്വാർത്ഥമായ സേവനങ്ങൾ കാരണം മണിമേഖലയുടെ സ്ഥാനം സാധാരണ മനുഷ്യർക്ക് മുകളിലായി. കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ അവളെ ഒരു ദൈവമായി തന്നെ ആരാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? ഇത്രയും പഴയൊരു ഇതിഹാസത്തിലൊരു നായികയ്ക്ക് ഇന്നത്തെ നമ്മുടെ ഈ ലോകത്ത് എന്തു പ്രസക്തിയാണുള്ളത്? അനുകമ്പയുടെ ഈ ദൂതയുടെ കഥയ്ക്ക് നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ കഴിയുക? നമ്മളിതുവരെ സംസാരിച്ച മണിമേഖലയുടെ ഈ വിവരണം പ്രൊഫസർ ഡോക്ടർ ഇരേറാസിന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നന്ദി.